ഇതുപോലൊരു മീൻകറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്തു നോക്കണം. അതിനായിട്ട് തേങ്ങാ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ പൊട്ടിയതിന് ശേഷം ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകി അതൊന്ന് വറുത്ത് അതിനെ ഒന്ന് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ച് വയ്ക്കുക. അപ്പോഴേക്കും ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടിത്തിമർത്ത് വരുമ്പോഴേക്കും നീളത്തിലരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും ഒരു 3-4 വറ്റൽ മുളകും ചേർത്ത് അതിലേക്ക് ഒരു 5-6 പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയ തീയിലിട്ട് ഇതൊന്ന് വഴറ്റിയാൽ മതി. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂണോളം നല്ല മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതും ചേർത്ത് ചെറിയ തീയിൽ കളറൊന്ന് ചേഞ്ച് ആവുന്നവരെയും വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനായിട്ട് ഞാനൊരു 5-6 കുടംപുളി കഷ്ണം വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് തിളച്ചിട്ടുള്ള നല്ല ചൂടുവെള്ളം അതൊരു കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. നെയ്മീനിലാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ചെറിയ നെയ്മീനാണ് കിട്ടിയത്, അപ്പോൾ അതിലാണിത് ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് കുടംപുളിയുടെ ഒക്കെ എസൻസ് ഇറങ്ങിയിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ നെയ്മീൻ കഷ്ണങ്ങളെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രീ കിച്ചൺ ഹോംമേഡ് കുക്കിംഗ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാം. ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഉലുവ പൊട്ടി തേങ്ങ വറുത്ത് അരച്ചെടുത്ത ആ പേസ്റ്റും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് അതിൻ്റെ പച്ച രുചി മാറുന്ന വരെയും ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെയുള്ള മീൻകറിയൊക്കെ കിട്ടുമ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ടൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാലേ നല്ല കട്ടിയുള്ള മീനിലേക്ക് നമ്മുടെ ഈ പുളിയുടെയും എരിവും ഒക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി രുചിയായിട്ട് കിട്ടത്തുള്ളൂ. 3-4 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ കറി കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്